പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് പൊട്ടറ്റോ കൊണ്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ബട്ടൂരയും പിന്നെ അതിന് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മുളക് പൊടിയോ സബോളയോ തക്കാളിയോ ഒന്നും ചേർക്കാത്തൊരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ബട്ടൂരയും ചിക്കൻ കറിയും എങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് കണ്ടു നോക്കാം. ഞാനിതാ മീഡിയം സൈസിലുള്ളൊരു 4 പൊട്ടറ്റോ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒട്ടും തരിതരികളൊന്നും ഇല്ലാതെ നല്ല പോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1 കപ്പോളം മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പോളം റവയാണ്. പിന്നെ ഈ മാവിലേക്ക് ആവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇനി ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണോളം തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഇനി നമ്മൾ ഉടച്ച് മാറ്റി വെച്ചിരുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഈ സമയത്ത് നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. പൊട്ടറ്റോയുടെ ആ ഒരു നനവ് തന്നെ ഉണ്ടാവും. പിന്നീട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ ഇളം ചൂടുള്ള പാലോ അതല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമോ നമുക്ക് ഒഴിച്ച് കുഴച്ചെടുക്കാം. ഒരുപാടൊന്നും ആവശ്യമായിട്ട് വരില്ല. 1-2 ടേബിൾ സ്പൂണോളം മാത്രമേ ആവശ്യമായിട്ട് നമുക്കിതിലേക്ക് വരുള്ളൂ. ഞാനിപ്പോൾ പാല് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് കുഴച്ചെടുക്കുന്നുണ്ട്. പൂരിമാവിൻ്റെ ആ ഒരു പാകത്തിൽ നല്ലപോലെ കുഴച്ചെടുത്ത ശേഷം പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തേക്കൊന്ന് തടവി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ കറി റെഡിയാക്കുന്ന ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചാൽ മതി. കുറച്ച് കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് മാവ് ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഞാനിപ്പോൾ ഈ കറി റെഡിയാക്കുന്ന ആ ഒരു സമയം വരെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തൊരു 3/4 കിലോന് അളവിലുള്ള ചിക്കൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരൊറ്റ വിസിൽ മാത്രം അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോവും. ഒരു 3/4 ഭാഗത്തോളം മാത്രം നമുക്ക് ചിക്കൻ വെന്ത് കിട്ടിയാൽ മതി. കുക്കർ മൂടി വെച്ച് ഒരൊറ്റ വിസിലിൽ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കൻ വേവുന്ന ആ ഒരു സമയം ഗ്യാസ് അടുപ്പിലേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുത്ത് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ഏലക്ക 2-3 ഗ്രാമ്പു ഒരു ചെറിയ 2 കഷ്ണം പട്ട എന്നിവ ഇട്ട് പൊട്ടിച്ചെടുക്കുക. ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പം ഒരു 10-15 അല്ലി ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു കറിയിൽ ചെറിയുള്ളി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. അതാണ് നല്ല ടേസ്റ്റ്. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചതും 3/4 ടീസ്പൂണോളം തന്നെ കുരുമുളക് പൊടിയുമാണ്. ഇതെല്ലാം ഒന്ന് നമുക്ക് നല്ല പോലെ തന്നെ മൂപ്പിച്ചെടുക്കണം. ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ നല്ല പോലെ തന്നെ മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഈ ഒരു സമയം കൊണ്ട് തന്നെ ചിക്കൻ വേവാൻ വെച്ചിരുന്ന കുക്കർ ഒരു വിസിൽ അടിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വെച്ചിരുന്നു. ഇപ്പോൾ ദാ ചിക്കന് കുഴഞ്ഞൊന്നും പോവാതെ ഒരു പാകത്തെ വേവായി കിട്ടിയിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്ക് വഴറ്റിയെടുത്ത മസാലക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനിലുള്ള വെള്ളത്തോടെ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാം. മിക്സി ജാറിലേക്ക് 2 കൈപ്പിടിയോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 8-10 അല്ലി ചെറിയുള്ളി തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കുക. എരിവിന് ആവശ്യമായിട്ട് ഒരു 5 മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം.
ഇപ്പോൾ ആ ചിക്കനൊക്കെ നല്ലപോലെ തന്നെ തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് 2 തണ്ട് കറിവേപ്പില കൂടെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ആ കറിയൊക്കെ നല്ലൊരു തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ഭട്ടൂരയുടെ മാവൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മാവെല്ലാം നമുക്ക് ബോൾസുകളാക്കി എടുക്കാം. പൂരിമാവിൻ്റെ ഒക്കെ ആ ഒരു വലിപ്പത്തിലുള്ള ബോൾസുകളായിട്ടാണ് എടുക്കുന്നത്. മാവെല്ലാം ബോൾസുകളാക്കി എടുത്ത ശേഷം പിന്നെ ഞാനിത് പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. പത്തിരി പ്രസ്സിലോ ചപ്പാത്തി പലകയിലോ നമുക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലൊക്കെ പരത്തിയെടുക്കാം. പരത്തിയെടുത്ത ശേഷം പിന്നെ നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്ന് കഴിയുമ്പോൾ തിരിച്ചിട്ട് മറുഭാഗം ഒന്ന് ഫ്രൈ ആക്കി എടുത്ത ശേഷം പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ഭട്ടൂരയും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഭട്ടൂര കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.